ഇപ്പോഴിതാ ഇന്ത്യക്ക് ഒരു പുതിയ തലവേദന ഉണ്ടായിരിക്കുകയാണ്. ഫെബ്രുവരി 12-ന് ബംഗ്ലാദേശിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി US വിദേശ നയത്തിൽ ഒരു പ്രധാനവും അമ്പരപ്പിക്കുന്നതുമായിട്ടുള്ള മാറ്റം നടക്കുന്നു. ബംഗ്ലാദേശിലെ ഏറ്റവും പ്രമുഖ ഇസ്ലാമിക പാർട്ടിയായ ജമാഅത്തെ ഇസ്ലാമിയുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ US ഇപ്പോൾ സൂചന നൽകുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് പാകിസ്ഥാൻ അനുകൂലമായ ചരിത്രവും ഇന്ത്യ വിരുദ്ധമായി കണക്കാക്കപ്പെടും എന്നുള്ളതിനാൽ US-ന്റെ ഈ നീക്കം ഇന്ത്യയെ വളരെയധികം ആശങ്കപ്പെടുത്തുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അമേരിക്കൻ നയതന്ത്രജ്ഞന്റെ രഹസ്യ പ്രസ്താവന ജമാഅത്തിനെ ഒരു സുഹൃത്താക്കുക എന്നുള്ളതാണ്. ദി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 2025 ഡിസംബർ 1-ന് ധാക്കയിലെ ഒരു അമേരിക്കൻ നയതന്ത്രജ്ഞൻ ബംഗ്ലാദേശി പത്രപ്രവർത്തകരുമായി ഒരു ഓഫ് ദി റെക്കോർഡ് കൂടിക്കാഴ്ച നടത്തി. ഈ കൂടിക്കാഴ്ചയുടെ റെക്കോർഡിംഗ് ലഭിച്ച വാഷിംഗ്ടൺ പോസ്റ്റ് അവകാശപ്പെടുന്നത് ബംഗ്ലാദേശ് ഇപ്പോൾ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തിലേക്ക് ചായുകയാണെന്ന് നയതന്ത്രജ്ഞൻ സമ്മതിച്ചു എന്നാണ്. ജമാഅത്തിന്റെ സ്വാധീനമുള്ള വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള ഇസ്ലാമി ഛത്ര ശിബിർ അംഗങ്ങളെ അവരുടെ TV പരിപാടികളിൽ ക്ഷണിക്കാൻ അദ്ദേഹം മാധ്യമപ്രവർത്തകരെ പ്രോത്സാഹിപ്പിച്ചു. ജമാഅത്തിന്റെ നേതാക്കളെ അവരുടെ സുഹൃത്തുക്കളാക്കാൻ അമേരിക്ക ആഗ്രഹിക്കുന്നുവെന്ന് നയതന്ത്രജ്ഞൻ പറഞ്ഞു. കാരണം അത് ഇപ്പോൾ അവഗണിക്കാൻ കഴിയാത്തത്ര വലിയ രാഷ്ട്രീയ ശക്തിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ബംഗ്ലാദേശിൽ വലിയ ജനപ്രീതി വർദ്ധിച്ചു വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ ഇതിനോടകം തന്നെ പുറത്തു വന്നതാണ്. 2024 ഓഗസ്റ്റിൽ ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിന്റെ പതനവും ഇന്ത്യയിലേക്കുള്ള അവരുടെ നാടുകടത്തലിനും ശേഷം ജമാഅത്തെ ഇസ്ലാമി ഒരു പുതിയ രാഷ്ട്രീയ ശക്തിയായി ഉയർന്നു വന്നിട്ടുണ്ട്. US ആസ്ഥാനമായിട്ടുള്ള തിങ്ക് ടാങ്ക് ഇന്റർനാഷണൽ റിപ്പബ്ലിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസംബറിൽ നടത്തിയ വോട്ടെടുപ്പ് പ്രകാരം 53% ജനങ്ങളും ജമാഅത്തെ ഇസ്ലാമിയെ തിരഞ്ഞെടുത്തു. പ്രധാന എതിരാളിയായിട്ടുള്ള ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്കെതിരെയും ഇപ്പോൾ കടുത്ത മത്സരം നടക്കുകയാണ്. എന്തായാലും ജമാഅത്തുമായി കൈകോർക്കാൻ അമേരിക്ക ആഗ്രഹിച്ചേക്കാം. പക്ഷേ തീവ്രവാദം തടയുന്നതിന് അവർ ഒരു സാമ്പത്തിക മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ജമാഅത്ത് അധികാരത്തിൽ വന്ന് ശരീഅത്ത് നിയമം നടപ്പിലാക്കുകയോ സ്ത്രീകൾ ജോലി ചെയ്യുന്നത് വിലക്കുകയോ ചെയ്താൽ അമേരിക്ക ഉടനടി കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് അമേരിക്കൻ നയതന്ത്രജ്ഞൻ വ്യക്തമാക്കി. അടുത്ത ദിവസം തന്നെ ഞങ്ങൾ 100% താരിഫ് ഏർപ്പെടുത്തും. ഉത്തരവുകളൊന്നും ലഭിച്ചില്ലെങ്കിൽ ബംഗ്ലാദേശ് സമ്പദ് വ്യവസ്ഥ നിലനിൽക്കില്ല എന്ന് നയതന്ത്രജ്ഞൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.